ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എൽജിബോർഡിന്റെ CUT ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ 2026 CUT സിലബസിലെ ചേഞ്ചുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 2024, 2025 ഈ പറഞ്ഞ രണ്ടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് 2026 സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഈ 2026 സിലബസിൽ നിങ്ങൾ പഠിക്കേണ്ടത്? ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നുള്ള അനലൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങളുടെ സിലബസ് എന്താണെന്നും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലേക്ക് മാറ്റണമെന്നും നിങ്ങളിപ്പോൾ ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 2026 സിലബസ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആട്ടോ. നിങ്ങൾ CUET 2026 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എക്കണോമിക്സിന്റെ സിലബസ് എന്ന് കൊടുത്തതിന് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ മാത്രമേ ഈ സിലബസ് കിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലാക്കാം, 2026 തന്നിരിക്കുന്ന സിലബസ് എക്കണോമിക്സ് മാത്രമല്ല, നമ്മുടെ ബിസിനസ് എക്കണോമിക്സ് എക്സാം എഴുതുന്നവർക്കും ഇതേ സിലബസ് ആണ്. 309 കഴിഞ്ഞ 3 വർഷമായിട്ട് തന്നെയാണ് 309 സിലബസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ UG എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ സിലബസിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം നോക്കിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, നമ്മുടെ ഇത്തവണത്തെ എക്സാമിൽ നമുക്ക് വരുന്ന ടോപ്പിക്കുകളെ 3 കോഴ്സുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 3 കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കോഴ്സ് നമ്മുടെ മൈക്രോ എക്കണോമിക്സ്, അതിന്റെ പേര് പറയുന്നത് ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് 4 ചാപ്റ്റർ ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രോഡക്ടറി മൈക്രോ അല്ല മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് 5 യൂണിറ്റ് അവിടെ ചേർത്തിട്ടുണ്ട്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തിന് 4 യൂണിറ്റ് നമുക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 13 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 13 യൂണിറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ തവണത്തെ CUT എല്ലാ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, അത് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ്. ഇവിടെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓരോ കണ്ടന്റുകളും പുതിയതായിട്ട് നമുക്ക് സിലബസിലേക്ക് ആഡ് ചെയ്താണ്. അപ്പം ഹൈലൈറ്റ് ചെയ്യാത്ത എന്താണ്, അത് കഴിഞ്ഞ വർഷം സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നോക്കിക്കോളും, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷൻ ആൻഡ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കഴിഞ്ഞ വർഷം 2 ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഇൻട്രോഡക്ഷനും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ 2 ചാപ്റ്ററുകൾ ഒന്നിച്ച് ഒരൊറ്റ ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോ എക്കണോമിക്സ് എന്താ നമ്മൾ ആദ്യം പഠിക്കണം. അതിന്റെ കൂടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി നമുക്ക് അറിയുന്ന കാര്യം അല്ലേ. +2 എത്തിയ സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ് പറയും. ആ കാര്യം പരീക്ഷയ്ക്ക് ചോദ്യം ഷുവർ ആയിട്ട് വരുന്നതാണ്. ദെൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പിന്നെ നമ്മൾ പോയിരുന്നത്. അപ്പൊ ആ സെക്കൻഡ് ചാപ്റ്ററിന് പകരം അത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ചേർത്തിട്ടുണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ മീനിങ്, അതെങ്ങനെ നമുക്ക് ലഭിക്കും, അതാണ് അറ്റൈൻമെന്റോട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യൂട്ടിലിറ്റി അപ്രോച്ച് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ യൂട്ടിലിറ്റി അപ്രോച്ച് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സിലബസ് ഒക്കെ വെച്ച് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് 1 on 2 കമ്മോഡിറ്റി കേസ്. ഒരു കമ്മോഡിറ്റി മാത്രമാണ് എങ്ങനെ ഇക്വിലിബ്രിയത്തിലെത്തും, 2 കമ്മോഡിറ്റിയാണ് എങ്ങനെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അത് നമുക്ക് നോക്കണം. ആൻഡ് ഇത്തവണ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കൺസ്യൂമേഴ്സ് ബജറ്റ് ആൻഡ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, കൺസ്യൂമർ ബജറ്റും ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തവണ ചോദിച്ചുള്ള കാര്യം. അപ്പൊ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ സാധാരണ +2 പഠിക്കുന്ന സിലബസിൽ ഈ ഒരു ഇക്വിലിബ്രിയം ഓർമ്മ ഉണ്ടല്ലോ, ഈ ഒരു സംഗതിയാണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ഇക്വിലിബ്രിയം ടൈപ്പുകളും നമ്മൾ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് അത് മാത്രമാണ്, ബാക്കിയെല്ലാം പഴയത് തന്നെയാണ്. ഡിമാൻഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഡിമാൻഡ് എന്താ, മാർക്കറ്റ് ഡിമാൻഡ്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ്, മൂവ്മെന്റ് അലോങ് ആൻഡ് ഷിഫ്റ്റ് ഡിമാൻഡുകൾ. ഓക്കെ, ഡിമാൻഡ് 2 തരം ചേഞ്ചുകൾ, ഒന്ന് മൂവ്മെന്റ് ഉണ്ടാവും, മറ്റൊന്ന് ഷിഫ്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ സിലബസിലെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഡിമാൻഡിന്റെ A to Z കാര്യങ്ങൾ, ഡിമാൻഡ് എന്ന് പറയുന്നതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡിമാൻഡ് കർവും അതേപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മെഷർമെന്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നത്? ആ മെഷർമെന്റിൽ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, പെർസെന്റേജും ടോട്ടൽ എക്സ്പെൻഡിച്ചറും മാത്രമേ ഉള്ളൂ. എന്തൊഴിവാക്കി? ജിയോമെട്രിക് മെത്തേഡ് ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സംഗതി ആയിരുന്നു. നമ്മളിങ്ങനെ 5 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്ന ഓർമ്മ ഉണ്ടോ? ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂസ് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഈ സംഭവം ഒഴിവാക്കിയെന്നുള്ളൂ. നമുക്ക് ആക്ച്വലി അത് അഡ്വാൻറ്റേജ് അല്ല, നമുക്ക് നഷ്ടമായി പോയിക്കാണ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിനുള്ള കുറച്ച് ഫാക്ടേഴ്സ്. അത് നമുക്ക് എന്ത് ചെയ്യണം, പുതുതായിട്ട് പഠിച്ചെടുക്കാനുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇലാസ്റ്റിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താ, ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഈ കാര്യമാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ്
മൂവിങ് ടു ദ സെക്കൻഡ് യൂണിറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. പുതുതായിട്ട് ചേർത്താണ് ഞാനിവിടെ യെല്ലോ കളറിൽ കൊടുത്തില്ല TPM PAP കർവുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അതിന്റെ മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ പറഞ്ഞ ഷോർട്ട് റണ്ണും ലോങ് റണ്ണിലെയും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടുണ്ട്, അത് ഷോർട്ട് റണ്ണിലാണ്. ആൻഡ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അഥവാ ലോങ് റണ്ണിന്റേതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യം അവിടെ ചോദിക്കും. ആൻഡ് AP ഈ പറഞ്ഞ TPMP കർവുകൾ അത് ഷോർട്ട് റണ്ണിൽ തന്നെ വരുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പുതിയതായിട്ട് ആഡ് ചെയ്താണ്. ബാക്കിയെല്ലാം പഴയ തന്നെയാണ്. കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ നമുക്ക് ആക്ച്വലി അറിയാം 4th ചാപ്റ്ററിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് കോൺസെപ്റ്റുകൾ കോസ്റ്റിനെ കുറിച്ചുള്ള പറയുന്നുണ്ട്. അതിൽ ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ നമുക്കറിയുന്ന തന്നെ ഫിക്സഡുകൾ ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ ഉണ്ട് അല്ലെ. ഏതൊക്കെ അത് ഈ പറഞ്ഞ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 7 കോസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഓഫ് റവന്യൂ, റവന്യൂവിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ, ഈ 3 ആൾക്കാർ എന്ത് ചെയ്യാണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതിന്റെ റിലേഷൻഷിപ്പ് MRും ARും തമ്മിലുള്ള ബന്ധം, TRും MRും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് നോക്കാനുണ്ട്. ലാസ്റ്റ് വൺ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം. ഒരു കൺസ്യൂമർ അല്ല പറഞ്ഞത്, പ്രൊഡ്യൂസേഴ്സിന്റെ ഇക്വിലിബ്രിയം നമുക്ക് അവിടെ പഠിക്കാനുള്ളതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് MC ആൻഡ് MR. ഇത് പറയുമ്പോൾ മിക്കവാർക്കും പേര് കൺഫ്യൂഷൻ, ഇത് എന്താ ചോദിക്കുന്നത്? എടാ വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്. നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടല്ലോ, ആ സംഗതി തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 യൂണിറ്റുകൾ ഇതാണ് വരുന്നത്. ആൻഡ് ബാക്കിയുള്ള 2 യൂണിറ്റുകൾ മൈക്രോയിൽ എന്താ വെച്ചാൽ മൂന്നാമത്തെ യൂണിറ്റ് നോക്കുമ്പോൾ നിങ്ങൾ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതുതായിട്ട് പഠിക്കാന്നുള്ളത്. നമ്മൾ എല്ലാ തവണയും പഠിക്കുന്ന പോലെ ഫീച്ചേഴ്സ് ഇത്തവണയും പഠിക്കാനുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്, അത് വീണ്ടും തന്നെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്, ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും, എഫക്ട്സ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിനെ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ട് ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഇക്വിലിബ്രിയം മാർക്ക് ചെയ്തിട്ട് അതിൽ പ്രൈസ് കൂടുമ്പോൾ, അതിൽ ഡിമാൻഡ് കൂടുമ്പോൾ, സപ്ലൈ കൂടുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നത്, ആ സംഗതിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് സപ്ലൈയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. മാർക്കറ്റ് സപ്ലൈ നമ്മൾ നേരത്തെ ഡിമാൻഡിനെ കുറിച്ച് എന്തെല്ലാം പഠിച്ചോ അതൊക്കെ നമുക്ക് സപ്ലൈയും പഠിക്കാനുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, സപ്ലൈ ഷെഡ്യൂൾ, സപ്ലൈ കർവിന്റെ ഷേപ്പ്, അതേപോലെ അതിലെ മൂവ്മെന്റും ഷിഫ്റ്റും പഠിക്കാനുണ്ട്. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പഠിക്കാനുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യം ഡിമാൻഡിൽ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ സപ്ലൈയിലും പഠിക്കണം എന്ന് മാത്രം. ആൻഡ് 4th യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു യൂണിറ്റ് ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് പഠിക്കാണ്ടായിരുന്നില്ല, പക്ഷേ ഈ വർഷം നമുക്ക് ചേർത്തിട്ടുള്ളതാണ് പുതിയതായിട്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താ, എക്സസ് ഡിമാൻഡ് എന്താ, എക്സസ് സപ്ലൈ എന്താ, ആൻഡ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും എന്താ, ഇത്രയും കാര്യം പഠിച്ചിരിക്കണം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ അത് ഓൾറെഡി പഠിച്ചോണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ മൈക്രോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മാക്രോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്രോയിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് യൂണിറ്റ് നമ്പർ 1 ഇൻട്രൊഡക്ഷനും നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒന്നിച്ചാണ്. ആദ്യം മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കണം, അതിന്റെ കൂടെ തന്നെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, അത് ചോദിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഓൺ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ പറഞ്ഞ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ 2 സെക്ടർ എക്കോണമി പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഫേംസും ഉണ്ടാവും, ഹൗസ് ഹോൾഡ് ഉണ്ടാവും, അവർക്കിടയിൽ എന്ത് ചെയ്യും ഇൻകം, അതേപോലെ തന്നെ എന്ത് ചെയ്യും അവരുടെ ഈ ഫാക്ടർ സർവീസ് ഒക്കെ എന്ത് ചെയ്യും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ അവിടെ ചോദിച്ചിട്ടുള്ളത്. ടു സെക്ടർ ആണ് മെത്തേഡ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം നിങ്ങൾക്ക് അറിയില്ലേ, പൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആൻഡ് വാല്യൂ ആഡർ പ്രൊഡക്റ്റ് മെത്തേഡ്. നോക്കിയേ, വാല്യൂ ആഡർ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പൈ മെത്തേഡ് ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ആഗ്രിഗേറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ GDP, GNP, NNP, NDP, NNPFC, ഫാക്ടർ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലൊക്കെ ഉള്ള കണ്ടന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഫാക്ടർ കോസ്റ്റില്, ബേസിക് പ്രൈസില്, മാർക്കറ്റ് പ്രൈസില് ആൻഡ് GDPയും വെൽഫെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GDPയെ വെൽഫെയർ മെഷർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു ഇല്ല എന്നൊരു ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആൻസർ എപ്പോഴും കോമൺ ആയിട്ട് പഠിച്ചു, കാരണം അതും പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഇപ്പോ എന്താണ് പറഞ്ഞത്, ആയുധങ്ങളുടെ കച്ചവടം വഴി GDPയിലേക്ക് വരുമാനം വരുന്നുണ്ട്, ഇത് വെൽഫെയർ മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് മണി ആൻഡ് ബാങ്ക് വളരെ ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യം, നമുക്ക് ടെക്സ്റ്റ് പഠിക്കുന്ന അതേ കാര്യം തന്നെയാണ്. മണി ആൻഡ് ബാങ്കിൽ മെയിൻ ആയിട്ട് മീനിങ്ങും ഫംഗ്ഷൻസ് വരുന്നുണ്ട്, സപ്ലൈ ഓഫ് മണി വരുന്നുണ്ട്, മണി ക്രിയേഷൻ ആൻഡ് മണി മൾട്ടിപ്ലയർ. ഇതായിരിക്കും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള മണി മൾട്ടിപ്ലയർ എന്താണെന്ന സംഗതിയൊക്കെ. ആൻഡ് സെൻട്രൽ ബാങ്കും അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നമുക്കറിയാം. ഈ പറഞ്ഞ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞ റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സാറേ പിന്നെ എന്തിനാ ഞങ്ങൾ കോഴ്സ് എടുക്കുന്നത് വെച്ചാൽ
അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾ ഓരോ മാർക്ക് എന്നല്ല, നമ്മൾ എക്സാമിന് 8 മാർക്കിന്റെ എസ് ആയിട്ടോ 5 മാർക്കിന്റെ ഷോർട്ട് എസ് ആയിട്ടോ 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെ ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 1 വേർഡ് നമുക്ക് ആകെ എക്സാമിന് 8 മാർക്ക് 1 വേർഡ് അഥവാ 10 ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കണ്ടന്റുകൾ മുഴുവൻ 1 വേർഡ് മാനറിൽ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ 8 മാർക്കിന്റെ എസ് ഐക്ക് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാൽ സിലബസ് സെയിം ആയിരിക്കും, +2 ലെയും CUT-ലെ സിലബസ് സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് വേറെ, ഇവിടെ എടുക്കുന്ന സ്ട്രാറ്റജി വേറെ. കാരണം +2 പഠിച്ച പോലെ ഇവിടെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് +2 എക്സാമിന് മാർക്ക് കിട്ടിയേക്കാം, പക്ഷേ CUT-ലെ റാങ്ക് അടിക്കാൻ അത് പോരാ. കാരണം എന്തിനാ, നമ്മൾ ഈ പഠിച്ചൊക്കെ MCQ ടൈപ്പിലേക്ക് നമ്മൾ മാറ്റി പഠിക്കണം. ഓക്കെ, ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. നമുക്ക് അറിയുന്ന പോലെ ആഗ്രിഗേറ്റ് ഡിമാൻഡും അതിന്റെ കോമ്പോണൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം 2 സെക്ടർ മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 2 സെക്ടർ മോഡലിലെ ഇൻകം ഡിറ്റർമിനേഷൻ പഠിച്ചിട്ടുണ്ട്. ആ സംഗതി തന്നെ വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് സംഗതി വരുന്നത്. ആൻഡ് പ്രോബ്ലം ഓഫ് എക്സസ് ഡിമാൻഡും ഡെഫിഷ്യന്റ് ഡിമാൻഡും ആകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. ആൻഡ് സ്പെൻഡിങ്ങിലും ടാക്സസിലും മണി സപ്ലൈ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആൻഡ് മൾട്ടിപ്ലയർ മെക്കാനിസം, ഇതാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ വരുന്നത്. ആൻഡ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചുള്ളതാണ്. ബജറ്റിന്റെ മീനിങ് എന്താ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, കോമ്പോണൻസ് എന്താ. ഓക്കെ, ബജറ്റ് നിങ്ങൾക്ക് അറിയാം, എല്ലാ വർഷവും നമുക്ക് ഫെബ്രുവരി 1-നാണല്ലേ പുറത്തിറക്കാറില്ലേ. അപ്പൊ ഈ വർഷം ഞായറാഴ്ചയാണ്. പക്ഷെ ഞായറാഴ്ച എന്ത് ചെയ്യും, ബജറ്റ് പ്രഖ്യാപിക്കുന്ന പറയുന്നത്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റുകളുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റുകളുണ്ട്. അതുപോലെ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിക്കാം. പിന്നെ ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്, 3 ബജറ്റുകൾ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡെഫിസിറ്റുകൾ പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് പഠിക്കാനുണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് പഠിക്കാനുണ്ട്, ആൻഡ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ ഡെഫിസിറ്റ് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 3 നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിന്റെ കാൽക്കുലേഷനും പഠിച്ചിരിക്കണം. ലാസ്റ്റ് യൂണിറ്റ് അവിടെ വരുന്നത് ഓപ്പൺ എക്കോണമിയെ കുറിച്ചാണ്. ഈ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്നും BOP-യുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളും അതിൽ വരുന്ന കോമ്പോണൻസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അറ്റ് ദ സെയിം ടൈം ബാലൻസ് ഓഫ് പേയ്മെന്റിലെ സർപ്ലസും ഡെഫിസിറ്റും നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കാം. ഫിക്സഡ് എക്സ്ചേഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഉണ്ട്, ആൻഡ് മാനേജർ ഫ്ലോട്ടിംഗ് ഉണ്ട്. ഇത് 3 നിർബന്ധമായിട്ടും നമ്മൾ നോക്കിയിരിക്കണം. ഫിക്സഡ്, ഫ്ലെക്സിബിൾ, മാനേജർ, ഇത് 3 നോക്കുക. പിന്നെ അതുപോലെ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കുക. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജർ ഫ്ലോട്ടിംഗ് എന്താണെന്നും പഠിക്കുക. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഏതാ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ തൊട്ടതായ കമന്റ് ചെയ്യാൻ വേണ്ടോ. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഏത് എക്സ്ചേഞ്ച് റേറ്റ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഈ 3 ഏതോ ഒന്നാണ്, അത് ഏതാന്ന് വെച്ചാൽ തൊട്ടതായ കമന്റ് ചെയ്യണേ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയാണ്. ഈ ഇന്ത്യൻ എക്കോണമി നിങ്ങൾ മൈക്രോ മാക്രോ പഠിച്ച പോലെ നമ്മുടെ +1-ലെ കണ്ടനാണ്. അവിടെ നിങ്ങൾ 1 ലൈൻ ആയിട്ട് ഇത് എന്തൊക്കെ പഠിക്കണം വെച്ചാൽ നോക്കോളൂ. ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ 47 മുതൽ 90 വരെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന പോളിസി നമുക്കറിയാം. നമ്മൾ സ്വന്തം സെൽഫ് ഡിപെൻഡൻസ് ആയിട്ടുള്ള പോളിസിയാണ്. 91-ലാണ് നമ്മൾ LPG കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. കണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റ് ആണ് പറഞ്ഞത്. ആ ഹെഡിങ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സിലബസിൽ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചാപ്റ്ററിന്റെ ഒരു ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ആൻഡ് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റം എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ നമുക്ക് 4 പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്, ജെംസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റും കറന്റ് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് പ്രോബ്ലംസ്, ഫീച്ചേഴ്സ്, പോളിസീസ്, അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചറിലെ പോളിസികൾ, പ്രോബ്ലംസ്, അതേപോലെ ഫീച്ചേഴ്സും കാര്യം നമുക്ക് നോക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടർ IPR-ഉം ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതാണ് SSI എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കണം. ആൻഡ് ഫോറിൻ ട്രേഡ് എന്താണെന്നുള്ളതും നമുക്ക് നോക്കാനുണ്ട്. ആൻഡ് ഇവിടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ എക്കണോമിക് റിഫോംസ് 1991 മുതലുള്ള എക്കണോമിക് റിഫോംസ് ആണ്. അതിൽ മാക്രോ എക്കണോമിക്സ് മീനിങ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇത് ഹെഡിങ് ശരിക്കും ചാപ്റ്റർ ആകെ എത്തുള്ളൂ കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണത്. ഈ പറഞ്ഞിരിക്കുന്ന സിലബസിലെ ഒഫീഷ്യൽ ഇങ്ങനെ കൊടുത്തുള്ള മാക്രോ എക്കണോമിക്സ് എന്താണെന്നും അതിന്റെ മീനിങ്ങും ആദ്യം നമ്മൾ പഠിക്കണം. ആൻഡ് എക്കണോമിക് റിഫോംസ് 1991 മുതൽ നമുക്ക് നോക്കണം. ആൻഡ് നോക്കുക നിങ്ങളുടെ ഫീച്ചേഴ്സ്, അപ്രൈസൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ LPG പ്രോഗ്രാമിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് അഥവാ എന്തായിരുന്നു, എഫക്റ്റീവ് ആണോ അല്ല എന്നുള്ള കാര്യം നോക്കുന്നതാണത്. ആൻഡ് തേർഡ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമിയിലെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ യൂണിറ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യ നേരിടുന്ന ചലഞ്ചുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചലഞ്ചുകളും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ +1-ലെ ഓരോ ചാപ്റ്ററിന്റെയും ഹെഡിങ്ങുകളാണ്. 5ാമത്തെ ചാപ്റ്ററിലായ ഹ്യൂമൻ ക്യാപിറ്റൽ, 6ാമത്തെ റൂറൽ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് 7ാമത്തെ, 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പോൾ ഓരോ യൂണിറ്റുകളാണ് നമ്മൾ മൊത്തം 4 യൂണിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ 2 ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ ഡിലീറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പോവർട്ടിയാണ്.
ഇപ്പൊ നിലവിൽ കേരള സിലബസിൽ മാത്രമേ നമുക്ക് പോവർട്ടി പഠിക്കാനുള്ളൂ, എന്തില്ല NCERT അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എന്തില്ല, CUT എക്സാമിന് നമുക്ക് ഈ പറഞ്ഞ 2 ടോപ്പിക്കിൽ ഏതൊക്കെയില്ല, പോവർട്ടി ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് ഇന്ത്യൻ എക്കോണമി പഠിക്കാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയിൽ നിങ്ങൾ 8 വരെയുള്ള ചാപ്റ്റർ കഴിഞ്ഞോ, ഇല്ല. ഇനി 9ാമത്തെ ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ. നമുക്ക് ആക്ച്വലി 9ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പ്ലസ് 1 പഠിക്കുന്നതിന് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയെയും മറ്റ് ലോകരാജ്യങ്ങളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഓക്കെ, CPI എന്ന് വേണമെങ്കിൽ ചുരുക്കി പഠിച്ചോളൂ. ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ട് കമ്പയർ ആണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നു. പ്രധാനമായിട്ടും എക്കണോമിക് ഗ്രോത്ത്, പോപ്പുലേഷൻ, സെക്ടർ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, HDIയിലെ റാങ്കിങ്ങും നമ്മുടെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. അപ്പൊ നിലവിലെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള HDIയിലെ റാങ്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ എക്കോണമിക്ക് തീർന്നു. അപ്പൊ നോക്കി നമ്മളുടെ മൊത്തം നോക്കുകയാണെങ്കിൽ മൈക്രോയിൽ നമ്മൾ കണ്ടത് 4 യൂണിറ്റുകൾ, മാക്രോയിൽ നമ്മൾ കണ്ടത് അവിടെ 5 യൂണിറ്റുകൾ കണ്ടു. ആൻഡ് ഇന്ത്യൻ എക്കോണമി നമ്മൾ കണ്ടത് 4 യൂണിറ്റ്. ആകെ മൊത്തം നമുക്ക് നോക്കുകയാണെങ്കിൽ 13 യൂണിറ്റുകൾ പഠിക്കാൻ നമുക്കുണ്ട് അല്ലെ. ഈ പറഞ്ഞ 13 യൂണിറ്റുകൾ പഠിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ CUT എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ 13 യൂണിറ്റിനും ഒരുപോലെയാണ് മാർക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതായത് നമുക്ക് മാക്സിമം എക്സാമിന് മാർക്ക് 50 മാർക്കായിരിക്കും ഉണ്ടാവുക. 50 മാർക്കിന്റെ എക്സാം ആയിരിക്കും, 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആ 50 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന 13 യൂണിറ്റ് ആയിരിക്കും മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനില്ല, ഓരോ ചാപ്റ്ററും ഇത്ര വെയിറ്റേജ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്തേക്കാം, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന സിലബസിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ പ്ലസ് 1ലെയും പ്ലസ് 2ലെയും കണ്ടന്റുകൾ മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, പ്ലസ് 1ലെ ഓരോ ചാപ്റ്ററുകളായിട്ട് നമ്മൾ പഠിച്ചത് കാര്യങ്ങളിൽ 4 ചാപ്റ്റർ ചേർത്തിട്ടാണ് CUTക്ക് ഒരു ചാപ്റ്റർ ആക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താണ് അത്? നമ്മൾ സാധാരണ എഴുതുന്ന പോലെ 8 മാർക്കിന്റെ എസ്സേ എഴുതുന്നതോ, അല്ലെങ്കിൽ 5 മാർക്കിന്റെ എസ്സേ എഴുതുന്നതോ, അല്ലെങ്കിൽ 4 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ഒന്നും എഴുതുന്ന പോലെയല്ല. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെ, MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓരോ മാർക്കിനുള്ള MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ A ഉണ്ടാവും, B ഉണ്ടാവും, C ഉണ്ടാവും ആൻഡ് D ഉണ്ടാവും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ ചാപ്റ്ററും പഠിക്കാൻ. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സിലബസ് എല്ലാവർക്കും കോമൺ ആയിട്ട് പരിചയമുള്ള സിലബസ് ആണ്. പക്ഷെ അവിടുന്ന് ചോദിക്കുന്ന 1 വേർഡിന് ഉത്തരം എഴുതാൻ എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് പ്രത്യേകമായിട്ടൊരു സ്ട്രാറ്റജിയാണ്. എന്താണത്? നമ്മുടെ CUT എക്സാം ക്രാക്ക് ചെയ്യാൻ ഈ പറഞ്ഞ ക്ലാസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ ടോപ്പർ ആയേക്കാം, ക്ലാസ്സിലും സ്കൂളിലൊക്കെ നിങ്ങൾ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങുന്ന ടോപ്പർ ആയേക്കാം. പക്ഷേ ഒരു ടോപ്പർ ആയി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് CUT എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. CUT എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്ന സംഗതി വേറെ ഒന്നുമില്ല. CUT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്തല്ലോ, നമ്മൾ ഈ പറയുന്ന എഫേർട്ട് എടുത്തുകൊണ്ട് പഠിച്ചിട്ട് ആ പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ മാറണം. അതിനാണ് സിലബസ് ഇങ്ങനെ തന്നിട്ടുള്ളത്. അപ്പൊ ആ സിലബസ് ഏറ്റവും ആഴത്തിൽ നന്നായിട്ട് ഏറ്റവും കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എഴുതാൻ പഠിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി എന്തല്ലേ നമ്മൾ പഠിച്ച തിയറികളെല്ലാം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് റിയൽ ലൈഫിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് CUT വഴി കോളേജുകൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്ന കോളേജുകളിലേക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഞാൻ ഇതിൽ ഏത് കോളേജിൽ പോകണം വേണ്ടാന്ന് തീരുമാനിക്കും നിങ്ങളായിരിക്കും. എന്തിന്റെ ബേസിൽ മാത്രം? നിങ്ങൾ CUT എക്സാമിന് വാങ്ങിയുള്ള നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് മാത്രമാണ് തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ ഇനി തീരുമാനിക്കുക, നിങ്ങൾ ഇനി കണ്ടെത്തുക, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇപ്പോൾ തീരുമാനിക്കുക. ജനുവരി 30 നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. മറക്കണ്ട, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം നമുക്ക് ഹയർ സ്റ്റഡീസിൽ കിട്ടാനില്ല. കാരണം കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.